വെൽക്കം ഗൈസ്. അപ്പോൾ വന്നിരിക്കുന്ന മറ്റേ നമ്മുടെ മൈൻക്രാഫ്റ്റ് ഗെയിം പ്ലേ സീരീസിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഇതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഗൈസ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ ഷീൽഡ് ഉണ്ടാക്കി. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ കുറച്ച് അയം കിട്ടിയായിരുന്നല്ലോ ഗൈസ്. അത് വെച്ച് നമ്മൾ ഷീൽഡ് ഉണ്ടാക്കി ഗൈസ്. പിന്നെ നമ്മുടെ വീട്ടിൽ എന്ന മറ്റേ ഡേട്ടിൻ്റെ ഭാഗമില്ല ഗൈസ്. ഞാൻ അപ്പുറത്തെ അവിടെ ഉള്ളൊരു കേവിൽ നിന്ന് എനിക്കൊരു വെള്ളം ഈ സാധനം കിട്ടി ഗൈസ്. ഡിയോറൈറ്റ് ഈ സാധനം കിട്ടി ഗൈസ്. ഞാനതെല്ലാം വെച്ച് ഇതാക്കിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ കിട്ടിയത് വീടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഗൈസ്. വീടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ചെറിയൊരു ഫാം ഉണ്ട് ഗൈസ്. പിന്നെ ഞാൻ അവിടെ നിന്ന് കിട്ടിയ എല്ലാ പൂവൊക്കെ കൊണ്ട് ഇവിടെ അലങ്കരിച്ച് ഇവിടെ നെയിം ബോർഡ് മാറ്റിയിട്ടില്ല. പിന്നെ ഈ ചവിട്ടിയാൽ തുറക്കുന്ന സാധനം പ്രഷർ പ്ലേറ്റ്, ആ സാധനം നമ്മൾ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മുടെ ഐഡിയ എന്ന് വെച്ചാൽ നമ്മുടെ ഇരുന്ന് പിക്കാസിൻ്റെ കാലാവധി എല്ലാം തീർന്നു. പൊട്ടിത്തെറിച്ചാവും. പിക്കാസ് മരിച്ചു പോകാറായി ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള സ്റ്റോൺ ഈ കേവിൽ നിന്നാണ് ഗൈസ് കിട്ടിയത്. കണ്ടോ, ഇത്രയും ഭാഗം ഞാൻ ആ സാധനം പൊട്ടിച്ചെടുത്താണ്. ഇവിടെ ചെറിയൊരു കേവ് ഉണ്ട്. ഞാൻ ഇവിടെ ഒരു അതും പോയി. എന്തായാലും ഒരു പിക്കാക്സ് ഉണ്ടാക്കാനുള്ള ഇത് കിട്ടി ഗൈസ്. ഒക്കെ അവിടെ പോവാം ഗൈസ്. അതിന് മുമ്പ് വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്ക് ഗൈസ്. അല്ലെങ്കിൽ അറിയാലോ ഞാൻ അച്ചു കൊല്ലും ഗൈസ് നിങ്ങളെ. ഗൈസ് ഇവിടെ ഇരിക്കുന്ന ഞാനൊരു പിക്കാക്സ് ഉണ്ടാക്കി. അത് വെച്ച് നമുക്ക് ആവശ്യമുള്ള അത്രയും സ്റ്റോൺ അവിടുന്ന് പോയി എടുത്തേച്ചും വരാം. അതിന് മുമ്പേ ഞാനാണ് അവിടുന്ന് കുറച്ച് മറ്റേ ഒരു ആടിനെ നമ്മൾ പാലികച്ചിന് വിളിച്ചില്ലേ ഗൈസ്. എനിക്ക് വിശന്നപ്പോൾ ഞാൻ അവനെ മട്ടനാക്കി ഗൈസ്. പിന്നെ ഞാൻ ഇവിടെ നമ്മുടെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ ഫുൾ അയൺ ആർമർ ആയി കഴിയുമ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യും ഗൈസ്. ഞാൻ ഈ വീടങ്ങ് പൊട്ടിച്ച് എങ്ങോട്ടെങ്കിലും പോകും ഗൈസ്. എന്നിട്ട് നമ്മൾ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് വീട് വെക്കും, വൃത്തിയുടെ സ്ഥലം. എന്നെ 2 പ്രാവശ്യം ഒരു ക്രീപ്പർ വന്നു ഗൈസ്. ഞാൻ ഓഫ് ക്യാമറയിലായിരുന്നു, ഓഫ് റെക്കോർഡറിലായിരുന്നു എല്ലാം ചെയ്തത്. ഞാൻ ഗുഹയിലോട്ട് ഇറങ്ങി മൈൻ ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു ക്രീപ്പറിനെ 2 ക്രീപ്പറിനെ വന്ന് 2 സൈഡിൽ നിന്നും വളഞ്ഞു എന്നിട്ട് എന്നെ കൊന്നു ഗൈസ്. അതാണ് കാരണം ഗൈസ്. ഇനി നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ ആവശ്യമുള്ള ടൂൾസും കൂടെ ഉണ്ടാക്കാം ഗൈസ്. എന്താണ് ഇത് ഭയങ്കര ഇടങ്ങേറായല്ലോ. നമുക്കൊരു പിക്കാക്സും കൂടി ഇരിക്കട്ടെ, ഒരു ആക്സ് ഇരിക്കട്ടെ. എത്ര മതി ഗൈസ്. ഇനി നമ്മുടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് വളർന്നു കഴിയുമ്പോൾ നമുക്ക് ഞെം ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ ഒരു കേവ് കണ്ടില്ലായിരുന്നോ ഗൈസ്. ഞാൻ പിന്നെ വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കി ഗൈസ്. ബാക്കി ഞാൻ അയൺ കൊണ്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തോട്ട് വെക്കട്ടെ. 3 നമ്മുടെ മട്ടൻ ചിക്കൻ ഇരിക്കട്ടെ ഗൈസ്. കുറച്ച് ബ്ലോക്ക് വേണം ഗൈസ്. എന്തായാലും ഇരിക്കട്ടെ. കോള എന്തായാലും ആവശ്യമുണ്ട്. ഇതെന്തിനാ ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വന്നത്. ഇത്രയും സാധനങ്ങൾ മതി ഗൈസ്. നമ്മൾ ബക്കറ്റ് ഇട്ട് വെള്ളം മറ്റേ സാധനം ചെയ്യണമെങ്കിൽ MLG ചെയ്യണമെങ്കിൽ ചെയ്തിരിക്കാം. ഇനി നമുക്ക് അങ്ങോട്ട് വേട്ടയാടാനായി പോകാം ഗൈസ്. അവിടെ വെച്ച് എനിക്ക് കുറച്ച് കോളൊക്കെ കിട്ടിയിരുന്നു. കഴിഞ്ഞ പാർട്ട് കാണാത്തവരാണെങ്കിൽ പോയി കണ്ടേച്ച് ഈ വീഡിയോയിലോട്ട് വന്നാൽ മതി ഗൈസ്. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് ഗൈസ് നമുക്ക് കുറച്ച് കോളൊക്കെ കിട്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് ആ കോളും കൂടെ അങ്ങോട്ട് മൈൻ ചെയ്തെടുക്കാം. ഞാൻ കുറേ അടിയിലോട്ട് പോയി ഗൈസ്. ആ സമയത്താണ് നമ്മളെ ക്രീപ്പർ വന്നത്. ഞാൻ എല്ലാ എൻ്റെ കയ്യിലിരുന്ന സാധനങ്ങളെല്ലാം ഞാൻ ചെസ്റ്റിൽ വെച്ചിട്ടാണ് പോയത്. എനിക്കറിയാം ഗൈസ് എന്തായാലും ഞാൻ ചാകുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ എന്നിട്ട് വെച്ച് എൻ്റെ സൈക്കോളജിക് മൂവ്സ് ആയിരുന്നു ഗൈസ് അതെല്ലാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് 1 മിനിറ്റ്. അയ്യോ ഗൈസ്, നമുക്ക് വേണ്ട വുഡെല്ലാം അതിനകത്ത് വെച്ചേച്ച് വേണം വന്നത് ഗൈസ്. നമുക്ക് വേണ്ട വുഡെല്ലാം ഞാൻ ഗൈസ് അവിടെ ചെസ്റ്റിനകത്ത് മറന്നു വെച്ചു. എനിക്കുള്ളതാണ് ഇത് ഗൈസ്. എന്താണ് അന്ധകാരക്കുഴി ഗൈസ്. അവിടെ ഒരു കുഴിയുണ്ട് ഗൈസ്. ഞാൻ വേണമെങ്കിൽ 1.60 ഈ സെർവർ ഈ വേൾഡ് ഇതാക്കാം, അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അതാണെങ്കിൽ കളിക്കാൻ ഇച്ചിരി കൂടെ ഹാർഡ് കൂടും. ഇതാണ് ഈസിയാണ് ഗൈസ്. മടുപ്പടിക്കും മിക്കവാറും.
അത് കുറച്ച് ഷുഗർ കെയിൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലോട്ട് പോവും. ആരാ അവിടെ ഒച്ച ഉണ്ടാക്കുന്നത്? ഉണ്ടായിരുടാ. നമുക്ക് വിശക്കുന്നു, നമ്മൾ തിന്നട്ടെ. എന്നാലും കഷ്ടമുണ്ട് ഗൈസ്. നമ്മൾ ആ ആടിനെ അങ്ങോട്ട് ഇറച്ചിയാക്കി കളഞ്ഞു. ആട് ഭയങ്കര വിഷമത്തിലായിരുന്നു ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ഒരു വുഡ് സ്റ്റിക്കാക്കി മാറ്റാം. സ്റ്റിക്ക് നമ്മൾ ഓപ്ലാങ്സ് ആക്കണം. ഫുൾ ഓപ്ലാങ്സ് എന്നിട്ട് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കണം ഗൈസ്. ഇത്രയും സ്റ്റിക്ക് മതി. ബാക്കിയെല്ലാം ഇതിനകത്ത് ഇരിക്കട്ടെ ഗൈസ്. ഇതിനകത്തിരിക്കട്ടെ ഗൈസ്. നമ്മൾ കയ്യിലിരിക്കുന്ന ടോർച്ച് ഫുള്ള് ഇതാക്കി ഗൈസ്. ഇത്രയും മതിയാകും. ബാക്കി ഇതിനകത്തിരിക്കട്ടെ. നമ്മൾ ചത്താലെങ്ങാനും തിരിച്ചു വരണമെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ എന്താ, ഷുഗർ കെയിൻ ഇതിനകത്തിരിക്കട്ടെ. സ്റ്റിക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഷീൽഡ് അത് വേണം. ഷീൽഡ് പോയാലും കുഴപ്പമില്ല, നമുക്ക് ഒരു അയണല്ലേ പോകത്തുള്ളൂ. ഒരയൺ മാത്രം മതി ഗൈസ് നമുക്ക് ഷീൽഡ് ഉണ്ടാക്കാൻ. പ്രോകൾക്കറിയാം ഗൈസ്. ഇത് ഏതൊരു പൊട്ടൻ്റെ ശബ്ദം എനിക്ക് കേൾക്കുന്നുണ്ട്. നമുക്ക് അടിയിലോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരുന്ന അയൺ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. നമുക്ക് ഫുൾ ആർമറാക്കണ്ടായോ ഗൈസ്. അന്ധകാരക്കുഴി. ഈ കേവ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അപ്പുറത്തെ കേവിൽ പോവുക. അയൺ കിട്ടിപ്പോയി. എന്താണ് ഗൈസ് ഇത്? എൻ്റെ പുറത്തോട്ട് മറ്റേ സാധനം ഇതെന്നെ കൊല്ലാൻ നോക്കുന്ന ഗൈസ്. ഇതെല്ലാം കൂടെ ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ കിട്ടിയാൽ കൊള്ളാം ഗൈസ്. അത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഇതും കൂടെ കിട്ടും ഗൈസ്. ഓക്കെ, ഇനി നമ്മൾ ഈ വെള്ളത്തിലോട്ടെടുത്ത് ചാടാം. ഇവിടെ എല്ലാം ഒന്ന് വെട്ട വിടട്ടെ, അല്ലെങ്കിൽ ഇവിടെ മോൺസ്റ്റേഴ്സ് സ്പോണാകും ഗൈസ്. ഇവിടെ കുറച്ച് അയണും കൂടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡിൽ തന്നെ നമുക്ക് ഫുൾ അയൺ ആർമർ ആക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫുൾ അയൺ ആർമർ ആക്കാൻ പറ്റും ഇനി. ഗൈസ് ഫുള്ള് ഇരുട്ടാണല്ലോ. ഗൈസ് ഇത് എത്ര അയണാണ്? ജാക്ക് പോട്ട് അടിച്ച ഗൈസ്. ഇവിടെ ഒന്ന് വെട്ടമാക്കട്ടെ. മോൺസ്റ്റേഴ്സ് എല്ലാം പോണം. എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡ് തന്നെ ഫുൾ അയൺ ആർമർ ആക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഫുൾ അയൺ ആർമർ ആക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ഇത് സ്മെൽറ്റ് ചെയ്യുന്ന പണിയാണ് ഏറ്റവും പാട്. ഗൈസ്. ഇപ്പം നമുക്ക് ഇതും കൂടെ പൊട്ടിച്ചെടുക്കാം. ഞാൻ അവിടെയും കൂടെ ഉണ്ട്. എനിക്ക് ജാക്ക് പോട്ട് അടിച്ച് ഗൈസ്. നല്ല കാര്യമായി ഇങ്ങനൊരു കേവ് ഇവിടെ ഉള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീടും എല്ലാം എടുത്തോണ്ട് വേറെ സ്ഥലത്തോട്ട് പോകും ഗൈസ്. ഇത്ര മതി. എത്ര അയൺ കിട്ടി ഗൈസ്? നമുക്ക് 23 ഒരു 32 ആക്കിയിട്ട് പോയാൽ പോരെ ഗൈസ്. അപ്പുറം ഒരു കേവ് ഉണ്ട്. അങ്ങോട്ട് പോകുന്ന കൊള്ളത്തില്ല. കുറച്ച് കോളും കൂടെ എടുക്കാം. അതല്ലേ ഗൈസ് നല്ലത്. ചിലന്തിയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നു ഗൈസ്. ചിളന്തി മേലോട്ട് പോവാം. ഇത്രയും മതി ഗൈസ്. നമുക്കിനി ജംപ് ബ്ലോക്ക് ചെയ്ത് മേലോട്ട് പോവാം. കട്ട വെച്ച് കയറാം. കുറച്ചും കൂടെ കോളങ്ങോട്ട് എടുത്തേക്ക്. നമ്മൾ പഴയ ഇത് തന്നെ അങ്ങോട്ട് ഉപയോഗിക്കാം ഗൈസ്. തെട്ടല്ലേ ഗൈസ്. നമ്മുടെ അയണിൻ്റെ സ്റ്റൂളാക്കണം. വേണോ ഗൈസ്? വേണ്ട ഗൈസ്. സ്റ്റോൺ ടൂൾസ് തന്നെ ഉപയോഗിച്ചാൽ മതി. നമുക്ക് പ്രൊട്ടക്ഷനാണ് ഏറ്റവും ആവശ്യം. രാത്രിയായെന്നാണ് എനിക്ക് തോന്നുന്നത്. രാത്രിയല്ലാതെ പിന്നെ എന്താണ് നടക്കുക? അതെ ഗൈസ്, രാത്രിയായിരിക്കുന്നു. സോംബികളൊക്കെ ഇറങ്ങുന്ന സമയമാണ് ഗൈസ്. അതേ കണ്ടോ ഗൈസ്? ഒറ്റച്ചാട്ടം. അല്ല ഓടാ, വീട്ടിൽ കയറാ. പോടാ സ്പീഡിലോട്. ഏതോ ട്രൈഡൻ്റ് ഓടിച്ചോർത്തൻ. ട്രൈഡൻ്റ് ഉണ്ടായിരുന്നു അത് എനിക്ക് കണ്ടില്ല. കയറി ഉറങ്ങി. അവിടെ ഒരു ക്രീപ്പർ നീങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടു.
പിന്നെ സോംബി വില്ലേജറുണ്ട്. മഴ മാറിയോ? നമ്മുടെ ഉള്ള കോളും ഇത് വെച്ച് നമുക്ക് അങ്ങോട്ട് സ്മെൽറ്റ് ചെയ്യിടാം തന്നെ ആയിക്കോളും. വേട്ടക്കിറങ്ങാം. വേട്ടക്കാറ് എടാ, നമ്മളുടെ വിചാരം എന്താ ഞാൻ നൂബാണെന്ന്? അത്ര ഉള്ളു. ഉമ്മാരെന്നെ അടിക്കുന്ന എനിക്ക് ഇല്ല, എനിക്കറിയത്തില്ല. ഓ അയ്യേ, പൊട്ടൻ ഒറ്റയ്ക്ക് എത്തി. ഞാൻ മുട്ട എടുത്തു. പക്ഷേ ഇത് ബെറ്റർ മൈൻക്രാഫ്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ഓംലേറ്റ് അടിച്ചില്ലായിരുന്നു. ഈ ഓംലേറ്റ് അടിക്കാൻ പറ്റത്തില്ല. 3 അയൺ അല്ല അതവിടെ ഇരിക്കട്ടെ. ഞാൻ ഒരു പ്രാവശ്യം പൊട്ടത്തരം കാണിച്ചു വേറൊരു ഗെയിം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത്. ലോക പൊട്ടത്തരം ഗൈസ്. അവിടെ ഒരു പന്നിക്കുട്ടനുണ്ട്. ഇവനെ നമുക്ക് ട്രാപ്പ് ചെയ്തിടാം. നമുക്ക് ഇവനെ വളർത്താം ഗൈസ്. എടാ ഇറങ്ങി പോവല്ലേടാ. എടാ പട്ടിച്ച് ഗൈസ് അവൻ നമ്മളെ പട്ടിയാക്കിയാണ്. ഒരു കാലം എനിക്കും സമയം വരുവാടാ. ആ സമയത്ത് ഞാൻ ലഡിട്ട് വലിക്കും, കയറിട്ട് വലിക്കും. അത് നീ വിചാരിച്ചിരുന്നോ? കാലം വരുന്നതേ ഉള്ളൂ. 1 മിനിറ്റ്. അതിനകത്ത് പറയുന്നത് നമുക്കാണെങ്കിൽ ഒരു സ്റ്റിക്കില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. സ്റ്റിക്ക് ഉണ്ടാക്കാം കേസ്. എന്നിട്ട് അവനെ നമുക്ക് കയറിട്ട് വലിക്കാം. അല്ല, നമുക്ക് കുഴിച്ചിടാം കേസ് പൊട്ടനെ. അല്ല കേസ്, നമ്മൾ അവനെ ബോട്ടിട്ട് കുടിക്കാൻ പോരെ കേസ്. എന്നിട്ട് നമുക്ക് അവനെ വളർത്തിയാൽ പോരെ. അതാണെങ്കിൽ അവൻ ഡീസ്പോണും ആയി പോകത്തില്ല. നീ അവിടെ കടയടി. എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞല്ലേ വേണ്ടെന്ന്. അവിടെ ഇരുന്നോ. നീ എൻ്റെ വളർത്തു ജീവി. നീ അവിടെ ഇരുന്നോ. ഇനിയിപ്പോൾ ഇവൻ ബോട്ട് തുടങ്ങി പോകുമോ ഗൈസ്? പറയാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പുല്ല് ഇവിടെ വളർന്നിട്ടുണ്ട്. ഞാൻ ഒരു കർഷകനായിരിക്കുന്നു ഗൈസ്. കർഷകൻ. നമുക്കിത് പൊട്ടിച്ചെടുക്കട്ടെ ഗൈസ്. റെഡി 1 2. ഓ സീഡുണ്ട് ഗൈസ് ഇവിടെ. സീഡ് 2 സീഡാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. ഒരു സീഡിൻ്റെ ആവശ്യമില്ല. കാട്ടിക്കളയാം ഗൈസ്. കാട്ടിൽ കളഞ്ഞു. ഇനി നമുക്ക് ഗൈസ് അവിടെ പോയി അയണിൻ്റെ അതാക്കണം. അയണിൻ്റെ 15 ഈ സമയം കൊണ്ട്. അയണിൻ്റെ ചെസ്റ്റ് പ്ലേറ്റ്. ആദ്യം അയണിൻ്റെ ചെസ്റ്റ് പ്ലേറ്റ്. ഓക്കെ, അയണിൻ്റെ നിക്കറ് ബാക്കി ഉണ്ടായി വരട്ടെ ഗൈസ്. പെട്ടെന്നാകടേ. ഈ ഒരെണ്ണം കൂടെ ഗൈസ്. പക്ഷെ ഒരു അയണും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത്രയേ ഉള്ളൂ. ആ ബൂട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഏതാ? അയ്യോ ഗൈസ്, ഒരയണി ഇവിടെ ഉണ്ട് ഗൈസ്. എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതും കൂടെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് ഇതും കൂടെ അങ്ങോട്ട് ഹെൽമെറ്റും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കാം. കണ്ടോ ഗൈസ്, നമ്മൾ ഹെൽമെറ്റ് ഉണ്ടാക്കി. കണ്ടോ ഗൈസ്, നമ്മുടെ ലുക്ക് കണ്ടോ? ഇടിലല്ല ഗൈസ്. നമ്മുടെ പന്നിക്കുട്ടനെ ഇവിടെ തന്നെ ഉണ്ട്. ഈ പന്നിക്കുട്ടൻ എന്തെങ്കിലും പേരിടണമെങ്കിൽ നിങ്ങളതിനെ കമൻ്റ് അങ്ങോട്ട് ചെയ്തേക്ക്. നമ്മുടെ പന്നിക്കുട്ടൻ നമ്മളെയാണ് നോക്കുന്നത്. ഞാൻ തന്നെ ഇവനൊരു പേരിടാം ഗൈസ്. ഇവൻ എന്ത് പേരിടും? ഇവന് പേര് നമുക്ക് അയണെന്നിടാം. ഇവൻ്റെ പേര് അയണെന്നാക്കാം ഗൈസ്. അപ്പോൾ വീഡിയോത്തുള്ള ഗൈസ്. ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്ക് ഗൈസ്. അപ്പോൾ ബൈ.